ചില സിനിമാ കഥകൾ പോലെ അതിശയകരമായിരുന്നു കേരളത്തിൽ നിന്നുള്ള ബൈജു തിട്ടാല എന്ന സാധാരണക്കാരനായ ഒരു കുടിയേറ്റക്കാരൻ ബ്രിട്ടൻ്റെ പൗരാണിക അക്ഷര നഗരിയായ കേംബ്രിഡ്ജിൻ്റെ മേയറായി നഗരപിതാവായി മാറിയ കഥ. സ്വന്തം പ്രയത്നത്തിൽ കേരളത്തിൽ നിന്ന് UK-യിലെത്തി പ്രതികൂല ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി വിജയം വരിച്ചാണ് കേംബ്രിഡ്ജ് മേയറുടെ പദവി വരെ ശ്രീമാൻ ബൈജു തിട്ടാല എത്തിയത്. ഒരു വർഷത്തോളം ഡെപ്യൂട്ടി മേയറായി കേംബ്രിഡ്ജിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം മേയർ പദവിയിലെത്തിയത്. ഇദ്ദേഹം UK-യിലെ ലേബർ പാർട്ടിയിൽ നിന്നാണ് വിജയിച്ച് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. UK-യിലെ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ സൊളിസിറ്റർ കൂടിയാണ് ശ്രീമാൻ ബൈജു തിട്ടാല. ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗവും UK-യിലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. കുടിയേറ്റക്കാരോടുള്ള ബ്രിട്ടൻ്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് ഇദ്ദേഹം പ്രസംഗിച്ചത്. ഇദ്ദേഹവും ഒരു കുടിയേറ്റക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുടിയേറ്റക്കാരിയാണ്. കുടിയേറ്റക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന UK സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. Now, as I mentioned, I am a first generation migrant. Being a migrant, I am of the view that whether it is a political unrest, a social unrest, economical unrest, why the migrants are being blamed for everything and anything? In Cambridge, I don't think anyone in this chamber have not been to Cambridge University Hospital. Tell me, how many of you have not received service from a migrant? In Cambridge University Hospital, we have workers, we have medical staff from around 90 countries. In other words, people from 90 countries are working in Cambridge. They are immigrants. And tell me, how many of you have not hired a taxi which was not driven by a migrant? I don't think anyone would put their hands up. We all have. And look around the city, the businesses. How many of you are here? You haven't been to a restaurant where you have not been served by an immigrant or have been cooked by an immigrant. We are part of the society. Yet, why the immigrants are being blamed?